ഹായ് ക്രിയേറ്റേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. 2025 നിന്നും നമ്മൾ 2026 കടക്കുകയാണ്. എല്ലാ യൂട്യൂബറും വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് 2026 കാണുന്നത്. എന്നാൽ 2025 നിന്നും 2026 ഒരുപാട് വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആകാനും അതുപോലെ വരുമാനം നേടിയെടുക്കാനും നമ്മൾ ഇതുവരെ ചെയ്ത രീതിയിൽ യൂട്യൂബിനെ നോക്കി കണ്ടിട്ട് കാര്യമില്ല. കാരണം യൂട്യൂബിൽ വലിയ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി വീഡിയോ ചെയ്താൽ മാത്രമാണ് മോണിറ്റൈസേഷൻ എന്നുള്ള ആ ഒരു ക്രൈറ്റീരിയ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനും ഒരു വരുമാനം നേടിയെടുക്കാനും കഴിയുക. മിക്ക ആളുകളും യൂട്യൂബ് എന്താണെന്നുള്ളതും യൂട്യൂബിന്റെ പോളിസികളും അതൊന്നും നോക്കാതെ ശ്രദ്ധിക്കാതെ വീഡിയോ ചെയ്തിട്ട് റീച്ച് ഇല്ല. ഇനി റീച്ച് ആയാൽ തന്നെ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നു. റീയൂസ്ഡ് വരുന്നു, റിപ്പീറ്റേറ്റീവ് വരുന്നു, അതുപോലെ മോണിറ്റൈസ് ചാനൽ ഡിസേബിൾ ആകുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബിനെ കുറിച്ച് ശരിയായി മനസ്സിലാക്കാതെ വീഡിയോ ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ വരുമ്പോൾ ടെൻഷനാണ്. കാരണം നമ്മൾ വർഷങ്ങളെടുത്തു, അത്രയും സമയം നമ്മൾ ഇതിലേക്ക് ചെലവഴിച്ചിട്ടാണ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരിക്കുക. അവസാനം മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമ്മൾ ആ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം അറിയുന്നത്, മോണിറ്റൈസേഷൻ ആകുന്നില്ല എന്നുള്ളത്. വളരെ വിഷമകരമായിട്ടുള്ള കാര്യമാണ്. ഒരുപാട് പേര് നമ്മളെ കോണ്ടാക്ട് ചെയ്യാറുണ്ട് ഇങ്ങനെ മോണിറ്റൈസേഷൻ ആകാഞ്ഞിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് 2026 മാറ്റങ്ങൾ നമ്മൾ ശരിയായി മനസ്സിലാക്കിയിട്ട് വീഡിയോ ചെയ്താൽ മാത്രമാണ് മോണിറ്റൈസേഷൻ ആവുകയും അതിലൂടെ നമുക്ക് വരുമാനം നേടിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യം, നിങ്ങളൊരു ക്രിയേറ്റർ ആണെങ്കിൽ നിങ്ങൾ 2026 വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു മാറ്റം, നമ്മുടെ ചാനൽ എങ്ങനെയുള്ളതായിക്കോട്ടെ നമുക്ക് വ്യൂസ് വരുന്നത് എങ്ങനെയാണ് എന്നുള്ളതിന്റെ ഒരു അൽഗോരിതം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരുപാട് പ്രോബ്ലം സോൾവ് ആകും. അതായത് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഒരുപാട്, കാരണം നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ വീഡിയോസ് ചെയ്യുമ്പോൾ വ്യൂസ് വരാതിരിക്കുമ്പോൾ നിങ്ങളുടെ ചിന്തയിലേക്ക് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ ആയിരിക്കും മനസ്സിലുണ്ടാവുക. അപ്പൊ അതിന് 1000 സബ്സ്ക്രൈബർ, 4000 വാച്ച് ടൈം, അല്ലെങ്കിൽ 10 മില്യൺ ഷോർട്സ് വ്യൂസ്, ഇതൊക്കെ ആയിരിക്കും വരിക. സ്വാഭാവികമായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് 1000 അതാണ് മനസ്സിലേക്ക് വരിക. അപ്പൊ ആ 1000 സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കും. നമ്മൾ ചാനൽ തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ വേണമല്ലോ. അതിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം 2026 നിങ്ങൾ എല്ലാവരും ബുദ്ധിമുട്ടാൻ പോകുന്നത് ഈ ഒരു സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യത്തിലാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലഭിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടല്ല ഞാൻ പറയുന്നത്. ഒരു പക്ഷെ നിങ്ങൾക്ക് അത് ലഭിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷെ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ചാനലിന്റെ എന്താ പറയാ അവസാനത്തിനുള്ള, അല്ലെങ്കിൽ അത് ഡെഡ് ആവാനുള്ള കാരണമാണ്, അല്ലെങ്കിൽ ചാനൽ റീച്ച് ആവാതിരിക്കാനുള്ള കാരണമായി മാറും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2026 നിങ്ങളൊരു വീഡിയോ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വീഡിയോ റീച്ച് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലായിരിക്കാം, അല്ലെങ്കിൽ നല്ല റീച്ച് ഉള്ള ചാനലായിരിക്കാം. എങ്ങനെയുള്ള ക്രിയേറ്റർ ആണെങ്കിലും ചാനലാണെങ്കിലും നിലവിൽ യൂട്യൂബ് കുറച്ച് സാമ്പിൾ അയക്കും കുറച്ച് ആളുകളിലേക്ക്. ആ ഇംപ്രഷൻ അയച്ചിട്ട് അവരിൽ എങ്ങനെ എത്ര പേര് ക്ലിക്ക് ചെയ്യുന്നു എന്ന് നോക്കിയിട്ടാണ് അത് പിന്നെ പിന്നെ എങ്ങനെ റീച്ച് ആവുക. അപ്പൊ ഇവിടെ ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, ഇത് നിങ്ങൾ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക. നിങ്ങളുടെ ചാനലിൽ നിങ്ങളുടെ വ്യൂവേഴ്സിന്, സബ്സ്ക്രൈബേഴ്സിന് കുറച്ച് ഇംപ്രഷൻ അയക്കുമ്പോൾ അവരെങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്ന് നോക്കിയിട്ടാണ് നിങ്ങളുടെ വീഡിയോ റീച്ച് ആവുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ആ സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കിയതാണ് എന്നുള്ളത്. അത് പലരും പറയാറുണ്ട്, ഇത്ര ക്യാഷ് വന്നു കഴിഞ്ഞാൽ ഇത്ര സബ്സ്ക്രൈബേഴ്സിനെ, ജെന്യുവിൻ സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ ഉണ്ടാക്കി തരാം. എന്താണ് ഈ ജെന്യുവിൻ സബ്സ്ക്രൈബേഴ്സ്? അതായത് റോബോട്ടിക് അല്ല, റിയൽ ആയിട്ടുള്ള ഒരാൾ സബ് ചെയ്തതായിരിക്കും. ഇപ്പൊ ഞാൻ എന്റെ ഗ്രൂപ്പിൽ ഒരു 1000 പേരുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് കുറച്ച് ക്യാഷ് വാങ്ങിയിട്ട് ആ 1000 സബ്സ്ക്രൈബേഴ്സ് ആ ലിങ്ക് കണ്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ജെന്യുവിൻ സബ്ബാണ്. പക്ഷെ യൂട്യൂബിന്റെ അൽഗോരിതം പ്രകാരം അത് ജെന്യുവിൻ സബ് അല്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് കൗണ്ട് അവിടെ കാണിക്കും, പക്ഷെ നമ്മുടെ വ്യൂവർ അല്ല അവര്. നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങിയതാണ്, നമ്മുടെ വീഡിയോ അവർ കാണില്ല. അതുകൊണ്ട് തന്നെ ആ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് റീച്ച് ആകില്ല. അപ്പൊ 2026 നിങ്ങൾ കടക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എത്ര സബ്ബുള്ള ചാനലാണെങ്കിലും സബ് കുറവുള്ള ചാനലാണെങ്കിലും ഈ ഒരു പ്രൊസീജിയർ നല്ല രീതിയിൽ വർക്ക് ആകണം എന്നുള്ളതാണ്. അത് അവിടെ നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ടൈറ്റില്, തംബ്നെയില്, റൈറ്റ് ഓഡിയൻസിലേക്ക് എത്തല്, ചാനൽ റാങ്കിങ്ങിൽ വരല്, ക്ലിക്ക് വരല്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒരു ക്ലാസ് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ജനുവരി 1 പുതിയ ബാച്ച് ആരംഭിക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾ ന്യൂ യൂട്യൂബർ ആണ്, യൂട്യൂബിനെ കുറിച്ച് അതിന്റെ യഥാർത്ഥ പോളിസികളും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് മുന്നോട്ട് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്,
അത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ വീഡിയോസ് ചെയ്യാൻ എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും യോജിക്കുമ്പോൾ നിങ്ങളുടെ വീഡിയോക്ക് റീച്ച് കിട്ടും. അപ്പോൾ നിങ്ങൾ 2025 അല്ലെങ്കിൽ അതിന് മുന്നേ നിങ്ങൾ ചെയ്തു വെച്ച കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതായത് മറ്റുള്ളവർ വെറും ഫോട്ടോ അല്ലെങ്കിൽ സ്റ്റാറ്റസ് വീഡിയോ ചെയ്യുന്നവർക്ക് മോണിറ്റൈസേഷൻ ആകുന്നുണ്ട് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചേക്കാം. അല്ലെങ്കിൽ കുറേ പേർക്ക് മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് വരുമാനം കിട്ടുമെന്ന് വിചാരിച്ച് നിങ്ങൾ അതേ രീതിയിൽ ചെയ്യുന്നുണ്ടായിരിക്കും. ഇവിടെ അവരുടെ ചാനൽ റീയൂസ്ഡ് വരാം, അല്ലെങ്കിൽ ടെർമിനേറ്റ് ആയി പോകുന്നുണ്ടായിരിക്കും. അതൊന്നും നമ്മൾ അറിയില്ല. നമ്മൾ ഒരു തവണ കാണുമ്പോൾ ഇത് സെറ്റാണ് എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മൾ വേറൊരാൾക്ക് മോണിറ്റൈസേഷൻ കിട്ടിയിട്ടുണ്ട്, അപ്പൊ നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ് നമ്മൾ ചെയ്താലും അങ്ങനെ കിട്ടും എന്നുള്ളത്. യൂട്യൂബിന്റെ ഒരു ചെക്കിങ്ങിൽ ഒരു പക്ഷേ രക്ഷപ്പെട്ടേക്കാം. പിന്നെ ഡോളർ ജനറേറ്റ് ആകുമ്പോൾ അത് യൂട്യൂബ് തന്നെ കട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ കട്ട് ചെയ്ത വിവരം ആരും അറിയത്തില്ല, ഒരുപക്ഷെ ആരോടും പറയുന്നില്ല. അപ്പൊ ഇത് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഒരുപാട് സമയം ആ രീതിയിലുള്ള വീഡിയോസ് ചെയ്തിട്ട് മുന്നോട്ട് പോവാറുണ്ട്. അവസാനമായിരിക്കും അറിയുക. അപ്പൊ ഇങ്ങനെ 2026 ഒരിക്കലും നിങ്ങൾ ഈ ഒരു തെറ്റ് ചെയ്യരുത്. യൂട്യൂബിന്റെ ക്രൈറ്റീരിയ 1000 സബ്സ്ക്രൈബർ, 4000 വാച്ച് ടൈം, അല്ലെങ്കിൽ 10 മില്യൺ ഷോർട്സ് വ്യൂസ്, ഇത് മനസ്സിൽ കണ്ടിട്ട് നിങ്ങൾ വീഡിയോ ചെയ്യാതെ നിങ്ങളുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ വീഡിയോ ചെയ്യുക. ആ ഓഡിയൻസിനെ നമ്മൾ ഓർഗാനിക് ആക്കി ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. അതിനുവേണ്ടി നമ്മൾ ചാനലിലെ റാങ്കിങ്ങിലേക്ക് കൊണ്ടുവരേണ്ട കാര്യങ്ങൾ SEO കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ചർച്ച ചെയ്യാനുണ്ട്. പക്ഷെ 2026 ഒരു പുതുവർഷം കടക്കുമ്പോൾ നിങ്ങളൊരു റീതിങ്ക് ചെയ്യേണ്ടതുണ്ട്. 2025 മിക്ക ആളുകൾക്കും വന്ന മിസ്റ്റേക്ക് എന്താണ് എന്നുള്ളത് നിങ്ങൾ സ്വയം കണ്ടെത്തുക. കോമൺ ആയിട്ട് പറയുന്ന മിസ്റ്റേക്കുകൾ ഇതാണ്. നിങ്ങൾ ചെയ്തിട്ടുള്ള മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കണ്ടെത്താൻ കഴിയും. അത് സോൾവ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇതിനോട് കൂടെ ചേർത്ത് പറയേണ്ട കാര്യം, പലർക്കും ഷോർട്സിൽ നല്ല വ്യൂസ് ഉണ്ട്, മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയിലേക്ക് എടുക്കുന്നില്ല എന്ന് പറയാറുണ്ട്. അങ്ങനെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയിലേക്ക് എടുക്കാത്തത് 2026 നമ്മൾ മനസ്സിലാക്കേണ്ടത്, 25 വന്നൊരു വലിയ മാറ്റം എൻഗേജ്ഡ് വ്യൂസ്. നിങ്ങൾ ഷോർട്സ് വ്യൂസ് എടുത്ത് നോക്കുമ്പോൾ നല്ല മില്യൺസ് വ്യൂസ് ഉണ്ടായിരിക്കും, പക്ഷെ എൻഗേജ്ഡ് വ്യൂസ് എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അത് മാത്രമാണ് ഷോർട്സ് വ്യൂസിലേക്ക് കണക്കാക്കൂ. അപ്പോൾ നിങ്ങളുടെ ഒരു ഷോർട്സിന് 10 മില്യൺ വ്യൂസ് വന്നു കഴിഞ്ഞാൽ അതിൽ അനലിറ്റിക്സ് എടുത്തത് എൻഗേജ്ഡ് എത്ര ഉണ്ട് നോക്കുക. ഒരു പക്ഷേ അത് 5 മില്യൺ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ 5 മില്യൺ അതിലേക്ക് എടുക്കുകയുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ എന്നുള്ള ഭാഗത്താണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. ആ ഗ്രാഫ് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ അവിടെ കൃത്യമായിട്ടൊരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. ആ ഡേറ്റിലാണ് നമ്മുടെ അതുവരെയുള്ള വ്യൂസ് ആയിരിക്കും അവിടെ അപ്ഡേറ്റ് ആയിട്ടുണ്ടായിരിക്കുക. പലരും പറയാറുണ്ട് ഞങ്ങൾക്ക് വ്യൂസ് വന്നിട്ടുണ്ട് പക്ഷെ അപ്ഡേറ്റ് ആയിട്ടില്ല അല്ലെങ്കിൽ കാണിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഡേറ്റ് ചെക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, അതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ന്യൂ യൂട്യൂബർ ആണെങ്കിൽ. അപ്പോൾ എന്തായാലും 2025 എന്നുള്ള ആ ഒരു വർഷം നിങ്ങൾക്ക് നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾ അത് വിട്ടേക്കുക, കഴിഞ്ഞുപോയി. 2026 വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളൊരു പോസിറ്റീവ് മൈൻഡിൽ വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാൻ കഴിയുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ന്യൂ യൂട്യൂബർ ആണ്, നിങ്ങൾക്ക് യൂട്യൂബിനെ കുറിച്ച് കൂടുതൽ അറിയാൻ അറിയത്തില്ല, അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ആ ഒരു ഗ്രൂപ്പിലൂടെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് പഠിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം എല്ലാവരുടെയും ചാനൽ മോണിറ്റൈസേഷനായി വരുമാനം നേടിയെടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ 2026 നിങ്ങൾക്ക് നല്ലൊരു വർഷമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു യൂട്യൂബ് ടിപ്സുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.